തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കുമെന്ന് ഉറപ്പിച്ച് CPI. സംസ്ഥാനത്ത് മത്സരിച്ച 4-ൽ 3 സീറ്റും കൈപ്പിടിയിലാണെന്നാണ് CPIയുടെ വിലയിരുത്തൽ. തൃശൂരിൽ VS സുനിൽകുമാർ വലിയ ചലനമുണ്ടാക്കിയെന്നാണ് പാർട്ടി പറയുന്നത്. നാട്ടുകാരൻ, മന്ത്രിയും MLAയുമായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്നീ ഘടകങ്ങളും മണ്ഡലത്തിന്റെ ഇടത് അടിത്തറയും ഗുണകരമായി. K കരുണാകരനും K മുരളീധരനും തൃശൂരിൽ CPI തിരിച്ചടി നൽകിയ ചരിത്രമുണ്ട്. ഇക്കുറി ചരിത്രം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചാണ് ഇടതുകോട്ട. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ലവലേശം സംശയമില്ല. BJPയും കോൺഗ്രസും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയില്ലെന്നും സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി അംഗീകാരം നേടിയെന്നുമാണ് പാർട്ടി കണക്കാക്കുന്നത്. അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തനം മങ്ങിപ്പോയതും NDA വലിയ പണം ചെലവിട്ട് ആഡംബരം കാട്ടിയത് വില പോയില്ലെന്നുമാണ് CPI വിലയിരുത്തൽ. മാവേലിക്കരയിൽ CA അരുൺകുമാർ യുവാവെന്ന നിലയിൽ വലിയ മതിപ്പുണ്ടാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മണ്ഡലത്തിൽ വികാരമുണ്ടാക്കിയിരുന്നു. എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടി മുന്നിലെത്തുമെന്നാണ് കണക്ക്. വയനാട്ടിൽ ആനി രാജയുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കും. രാഹുലിന് മുൻ പ്രകടനം ആവർത്തിക്കാനായിട്ടില്ലെന്നും രാഷ്ട്രീയമായി രാഹുലിനെ ഇടതുമുന്നണി വിമർശിച്ചത് ഗുണം ചെയ്തുവെന്നുമാണ് വിലയിരുത്തൽ.